ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് തിരുവനന്തപുരം അതിരൂപതാംഗവും പുതുക്കുറിച്ചി സെന്റ് മൈക്കിൾസ് ഫൊറോന ചർച്ച് വികാരിയുമായ ഫാദർ ഇഗ്നാസി രാജശേഖരൻ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന സ്നേഹാനുഭവങ്ങൾ രാജശേഖരൻ അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഇഗ്നാസി രാജശേഖരൻ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികനാണ്. പട്ടം സ്വീകരിച്ച് 22 വർഷങ്ങളായി. എൻ്റെ സ്വന്തം സ്ഥലം തമിഴ്നാടാണ്. ഒരു മിഷൻ ഡയസിസ്, ശിവഗംഗൈ ഡയസിസാണ്. വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ രക്തസാക്ഷിയായ ആ രൂപതയിൽ നിന്നാണ് ഞാൻ ജനിക്കുന്നതും വളർന്നതും. എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളാണ്. ഞാൻ 5-മനാണ്. എൻ്റെ ഒരു സഹോദരിയും സിസ്റ്ററാണ്, കന്യാസ്ത്രീയാണ്. കുഞ്ഞു പ്രായം മുതൽ വിശുദ്ധ കുർബാനയെ ഒത്തിരി സ്നേഹിച്ച ഒരു അനുഭവം എനിക്കുണ്ട്. അതിൻ്റെ വില ഒത്തിരിയേറെ മനസ്സിലാക്കിയ കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ വൊക്കേഷൻ തന്നെ, പ്രത്യേകിച്ച് എൻ്റെ അമ്മ, എൻ്റെ ഒരു ഫാർ റിലേറ്റീവ് ഒരു അങ്കിളാണ് ഫാദർ രാജശേഖരൻ. ആ അച്ഛൻ്റെ വൈദികപ്പെട്ട കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് അടുത്ത കുഞ്ഞ് ഒരു ആൺകുഞ്ഞാണെങ്കിൽ ഈ വൈദികനെ പോലെ തന്നെ ഞാൻ ഒരു വൈദികനാക്കാം, അതിൻ്റെ ഓർമ്മയ്ക്ക് അച്ഛൻ്റെ പേര് തന്നെ ഇടാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് രാജശേഖരൻ എന്ന പേര് നൽകിയത്. അപ്പോൾ എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തിയ വൈദികൻ എന്നെ കയ്യിലെടുത്ത് അച്ഛൻ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഈ കുഞ്ഞ് ഒരു വലിയ അറിയപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് മാറും, അതുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പേരും കൂടെ ചേർക്കണം എന്ന് ഇഗ്നേഷ്യസ് രാജശേഖരൻ എന്നാണ് എനിക്ക് സ്നാനം നൽകിയത്. ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നെരുപ്പാണ്, ഫയറാണ്. അപ്പോൾ ആ കുഞ്ഞു പ്രായം മുതൽ തന്നെ ഈ ഒരു നെരുപ്പ്, സ്വർഗത്തിൻ്റെ ആ ഒരു അഗ്നി, നെരുപ്പ് എന്നിൽ കർത്താവ് നിക്ഷേപിച്ച് എന്നത് എനിക്ക് തീർത്തും ഇന്നും പറയാൻ സാധിക്കും. അങ്ങനെ കുഞ്ഞു പ്രായം മുതൽ തന്നെ ഒരു വൈദികനാകണം എന്ന ഒരു ദാഹം എൻ്റെ അമ്മ വഴി എനിക്ക് ലഭിച്ച്, ഈ ദാഹം വർദ്ധിച്ച് വന്ന് കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ തന്നെ എൻ്റെ ദേവാലയത്തിൽ, കൊച്ചു ഗ്രാമത്തിലാണ് പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയ അനുഭവം. അങ്ങനെ പിന്നെ സെമിനറിയിൽ ചേർന്ന് ഒരു ജർമ്മൻ കോൺഗ്രിഗേഷൻ, ഷേൺസ്റ്റാഡ് ഫാദേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഉൾവിളി, വീണ്ടും ഒരു ഡയസിസിലെ വൈദികനാകണമെന്ന്. അങ്ങനെ സന്യാസ സമൂഹത്തോട് സംസാരിച്ച് പെർമിഷൻ വാങ്ങി അവസാനം ഞാൻ ലാൻഡായത് കേരളത്താണ്. അഭിമന്യ സൂസപാക്യം പിതാവിൻ്റെ കരങ്ങളിലാണ്. അങ്ങനെ ഈ അതിരൂപതയ്ക്ക് വേണ്ടി ഞാൻ ഒരു വൈദികനായി. 2002 ഏപ്രിൽ മാസം 10-ാം തീയതിയായിരുന്നു എൻ്റെ വൈദികപ്പട്ടം. വൈദികപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ഞാൻ 1 വർഷം ചിന്നത്തുറയിൽ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ സൂസപാക്യം പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഒരു മഹാഭാഗ്യം, ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഇന്ത്യ പ്രതിനിധിയുടെ അപ്പോസ്തലിക് നുൻഷിയോ ആർച്ച് ബിഷപ്പ് പേദ്രോ ലോപ്പസ് ക്വിൻറ്റാനയുടെ സെക്രട്ടറി ആയിട്ട് ഡൽഹി നുൻഷിയേച്ചലിൽ സേവനം ചെയ്യുവാൻ, 4.5 വർഷക്കാലം സേവനം ചെയ്യുവാൻ കർത്താവ് എന്നെ അനുവദിച്ച്, അതിനുശേഷം വീണ്ടും ഡയസിസിൻ്റെ ചാൻസലറായിട്ട് 6 വർഷവും, പിന്നെ പുതിയതുറ ഇടവകയിലെ 4 വർഷവും, ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ പുതുക്കുറിച്ചി സെൻറ്റ് മൈക്കിൾസ് ഫൊറൈൻ ദേവാലയത്തിലെ ഇത് 4-ാമത്തെ വർഷം വികാരിയായിട്ടും ഞാൻ സേവനം ചെയ്യുന്നു. അങ്ങനെ 22 വർഷകാലം വൈദികൻ എന്ന നിലയിലെ ഈ വൈദിക പട്ടത്തെക്കുറിച്ച് സന്തോഷമല്ലാതെ ഞാൻ ഒരു വൈദികനായല്ലോ എന്ന് ദുഃഖിച്ച ഒരു ദിവസം പോലുമില്ല. അത് എന്തിനെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയാണ്. ഞാൻ അർപ്പിക്കുന്ന ഈ കുർബാനയെ ഓർക്കുമ്പോഴെല്ലാം വലിയ ഒരു ആനന്ദം, വലിയ സന്തോഷമാണ്. കുർബാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് രക്ഷയാണ്. ഈ കാൽവരി ബലിയിലൂടെയാണ് ലോകം മുഴുവനും കർത്താവ് നേടിയത്, രക്ഷപ്പെടുത്തിയത്.
അപ്പോൾ ഞാൻ അർപ്പിക്കുന്ന ഈ പാവപ്പെട്ട ഈ കരങ്ങൾ വഴി കർത്താവ് ഇന്നും ഈ ലോകത്തിന് ഈ ബലിയിലൂടെ രക്ഷ നൽകുന്ന എന്ന ഒരു തിരിച്ചറിവ് എനിക്ക് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല ഒരു വൈദികനായിരിക്കുന്നതിൽ. ഞാൻ ഓർക്കാറുണ്ട്, ഇനി ചിലപ്പോൾ അടുത്ത് വീണ്ടും ഒരു ജന്മം ഉണ്ടാകുമെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്നോട് ചോദിക്കുമെങ്കിൽ ഒരു വൈദികനായിട്ട് തന്നെ ഞാൻ ജനിക്കും. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു ഇപ്പോഴും. അത്രമാത്രം ഈ ബലിയിലൂടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലൂടെ കർത്താവ് നമ്മെ വിടുവിക്കുന്നു, നമുക്ക് എല്ലാവർക്കും മോചനം നൽകുന്നു, മാത്രമല്ല നമുക്ക് രക്ഷ നൽകുന്നു, സ്വർഗത്തിൻ്റെ സ്വന്തമാക്കുന്നു. അതുകൊണ്ടാണ് ഈ ബലിയർപ്പണം എനിക്ക് ഏറ്റവും ഒത്തിരി പ്രിയങ്കരനായത്. ഞാൻ ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോഴും മദർ തെരേസ പറഞ്ഞ കാര്യം എപ്പോഴും ഓർക്കാറുണ്ട്. എല്ലാ ബലിയിലും ഞാൻ ഓർക്കാറുണ്ട്. പ്രിയ വൈദിക, നീ ഓർക്കണം, ഇത് നിൻ്റെ ആദ്യത്തെ ബലിയും അവസാനത്തെ ബലിയും ഏക ബലിയും എന്നും. അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെ ഈ ബലിയർപ്പണത്തിലൂടെ നിങ്ങളെല്ലാവരെയും ഈ കുർബാനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് കുർബാനയെ അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന, അല്ലെങ്കിൽ വളരെ ലഘുവായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്ത് ഈ ചിലപ്പോൾ ഒരു സംപ്രേഷണം നിങ്ങൾക്ക് വലിയ ഒരു സോഴ്സായിട്ട്, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും കുർബാനയുടെ ഭക്തിയിൽ ആഴമായിട്ട് വളരുവാനും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈ കാസ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇത് ഒത്തിരി സന്തോഷത്തിൽ കൂടെയാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലെ എപ്പോഴും ഒരു അനുഭവമാണ്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ശിവഗംഗ ഡയസിസിൽ, അതൊരു മിഷൻ ഡയസ് ആയതുകൊണ്ട് എൻ്റെ കൂത്തല്ലൂർ പാരിഷ് പണ്ട് ഈശോസഭ വൈദികർ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ സബ്സ്റ്റേഷൻസ് തന്നെ എനിക്ക് തോന്നുന്നു 25 മുകളിൽ ഉണ്ടായിരുന്നു. അത്രയും ഗ്രാമങ്ങളിൽ പോയി കുർബാന അർപ്പിക്കണമെങ്കിൽ വൈദികർക്ക് എപ്പോഴും ഒരു അവസരം കിട്ടത്തില്ല. അപ്പോൾ വെരി റെയറായിട്ടാണ് കുർബാന കിട്ടുന്നത്. അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി 12-14 കിലോമീറ്റർ വരെ എല്ലാം യാത്ര ചെയ്ത് ഒരു കുർബാനയ്ക്ക് വേണ്ടി പോയിട്ടുള്ള അനുഭവം ഏറെ ഉണ്ട്. പിന്നെ പതിയെ അത് കല്ലൽ ഇടവകയായിട്ട് മാറിയപ്പോൾ, വീണ്ടും ഗ്രാമങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഞായറാഴ്ച കുർബാന സ്ഥിരമായിട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ ചൊവ്വാഴ്ച കുർബാനയും വരാൻ തുടങ്ങി. അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടി ദാഹത്തോടെ ഒത്തിരിയേറെ നടന്നു പോയി, രാത്രിയും പകലും. പ്രത്യേകിച്ച് ഈസ്റ്റർ സമയത്ത് മിഡ് നൈറ്റ് മാസിന് വേണ്ടി, ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ ഈ സമയങ്ങളിൽ അത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് കാടിനകത്ത് പോകണം, കാട്ടിലൂടെ പോകണം, വയലിലൂടെ പോകണം. ഭയങ്കര ഒരു അനുഭവമാണ്. ആ സമയം കയ്യിൽ ഈ ടയറിൽ തീ കത്തിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും ദീപത്തോട്. ഇതെല്ലാം ആ കുർബാന സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ്. അത്രയ്ക്കും ഒരു ദാഹം, ഒരു തീക്ഷ്ണത അന്ന് ഉണ്ടായത് ഇന്നും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വൈദികനായി 22 വർഷം ഇന്ന് വരെ ഒരു ദിവസം പോലും ഞാൻ ബലിയർപ്പണം മുടക്കിയിട്ടില്ല.
ഞാൻ കൂടുതലും ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിട്ടും ചാൻസലറുമായിട്ടും അല്ലെങ്കിൽ നുൻഷിയച്ചലും ഇങ്ങനെ ഇരുന്നത് കൊണ്ട് എനിക്ക് ഇടവക കൂടുതൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പൊതുജനത്തോട് കൂടുതൽ ബലി അർപ്പിച്ചിട്ടില്ല. പക്ഷേ ഒറ്റയ്ക്കായെങ്കിലും കൂടുതലും ഇൻഡിവിജ്വൽ മാസമാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും മുടക്കാതെ അത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂസപാക്യം പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ അഭിമന്യ പിതാവിൻ്റെ ആ വിശുദ്ധിയും പിതാവിൻ്റെ ആ ബലിയർപ്പണവും വിശുദ്ധ കുർബാനയോടുള്ള ആ വിശ്വസ്തതയും സ്നേഹവും ഇത് എന്നെ ഏറെ പഠിപ്പിച്ചു. പിതാവിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. പിതാവും ഞാനും ചില സമയത്ത് യാത്രകൾ പോകുമ്പോൾ അതിരാവിലെ പുലർച്ചയ്ക്ക് 3 മണി 3:30 മണി ഈ സമയത്തെല്ലാം കുർബാന അർപ്പിച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് പകലുള്ള യാത്രയായിരിക്കും. രാത്രി മിഡ്നൈറ്റ് 12 മണിക്ക് മുൻപേ വന്ന് ബലിയർപ്പിച്ച് ആ ദിവസം ബലിയർപ്പണം നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരിയേറെ നല്ല അനുഭവങ്ങൾ പിതാവിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് പോലും എനിക്കൊരു കിഡ്നി സ്റ്റോണിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കിംസ് ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങളുടെ ജൂബിലി ഡയസിസിൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ബലിയർപ്പിക്കാനുള്ള അവസരം ഡയസിസ് ഹോസ്പിറ്റലായതുകൊണ്ട് ഒരുക്കി തരാറുണ്ട്. പക്ഷേ ഈ കിംസ് ഹോസ്പിറ്റലിൽ പോലും ഞാൻ അഡ്മിറ്റായിട്ടിരുന്ന സമയത്ത് ഓപ്പറേഷൻ ദിവസവും അതിൻ്റെ അടുത്ത ദിവസം പോലും അവരും എന്നെ സഹായിച്ച് അവിടെ ബലിയർപ്പിക്കുവാൻ, എന്നെ ബെഡിൽ തന്നെ ഇരുന്ന് ബലിയർപ്പിക്കുവാൻ സഹായിച്ചു. അപ്പോൾ ഇതെല്ലാം എനിക്ക് വലിയ അനുഭവങ്ങളാണ്. എനിക്ക് ഒരിക്കലും ബലിയർപ്പണമില്ലാതെ ഒരു ദിവസം കടന്നു പോകാൻ പറ്റത്തില്ല. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 55-ാമത് തിരുവചനം ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഈ ഒരു വചനം എന്നെ ഒത്തിരിയേറെ ആഴത്തിലേക്ക് വിസ്മയഭരിതനാക്കി. പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു. ഇതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ നിർബന്ധപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, യഥാർത്ഥ പാനീയമാണ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ആത്മാവിന് വേണ്ടി മാത്രമല്ല, ഈവൻ ഈ ശരീരം ജീവിക്കാൻ പോലും ഈ ശരീരം ഭക്ഷിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അനുദിന ദിവ്യബലി, അനുദിന കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഞാൻ എവിടെ ബലിയർപ്പിച്ചാലും ഞാൻ പോകുന്ന പള്ളികളിൽ ഒത്തിരിയേറെ ആൾക്കാർ രാവിലത്തെ കുർബാനയ്ക്ക്, പ്രഭാത കുർബാനയ്ക്ക് വരാറുണ്ട്. അത് എനിക്കൊരു അനുഭവമാണ് കുർബാന. ഞാൻ എപ്പോൾ കുർബാന അർപ്പിച്ചാലും ഞാൻ ഒത്തിരി തീക്ഷ്ണതയോടും ഒത്തിരി സ്നേഹത്തോടും താല്പര്യത്തോടും അങ്ങനെ സമയമെടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ ബലിയിൽ പങ്കുചേരുന്ന ഒരുപാട് വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, അച്ഛൻ്റെ ബലിയിൽ, പ്രത്യേകിച്ച് അച്ഛൻ്റെ പാട്ട് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിൽ പോയിട്ട് വന്നതുപോലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഒരുപാട് പേർ പറയാറുണ്ട്. ഇത് ഞാനിവിടെ പറയുന്നത്, ഞാനൊരു പാട്ടുകാരനാണ്, നന്നായിട്ട് പാടുന്നതാണ് എന്ന് എന്നെക്കുറിച്ച് പൊങ്ങച്ചം പറയാനല്ല. ഇതൊരു അനുഭവമാണ്. വിശുദ്ധ കുർബാന യഥാർത്ഥമായിട്ടും ഒരു അനുഭവം തന്നെയാണ്. ഈശോ യഥാർത്ഥമായിട്ടും നമ്മുടെ ഉള്ളിൽ കുർബാനയായിട്ട് കടന്നു വരുമ്പോൾ, ആ യഥാർത്ഥ ഭക്ഷണമായിട്ട് കടന്നു വരുമ്പോൾ നാം എത്രമാത്രം ജീവിക്കുന്നു എന്നത് യഥാർത്ഥ സത്യമാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയെ നിങ്ങൾ സ്നേഹിക്കണം. എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, കുർബാന സ്വീകരിക്കണം. അതിലൂടെ ഈശോയെ നേരിട്ട് നാം സ്വീകരിക്കുകയാണ്. ഈശോ നമ്മിൽ ജീവിക്കുകയാണ്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന ആ വചനം നമുക്ക് എപ്പോഴും ഓർക്കാം. ഇത് യഥാർത്ഥ ഭക്ഷണമാണ്, യഥാർത്ഥ പാനീയമാണ് എന്ന കാര്യം ഓർക്കാം. അങ്ങനെ വിശുദ്ധ കുർബാനയെ അനുദിന ദിവ്യബലിയിലൂടെ സ്നേഹിച്ച് നമുക്ക് തീക്ഷ്ണതയോടെ, താല്പര്യത്തോടെ, ഒരുക്കത്തോടെ സ്വീകരിക്കാം.
സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. കർത്താവിൻ്റെ ബലിയർപ്പണം കാൽവരി കുരിശിൽ നമുക്ക് രക്ഷ നൽകിയത് നമുക്കറിയാം. ലോകം മുഴുവനും രക്ഷ പ്രാപിക്കുന്നത് ഇന്നും അതുവഴി തന്നെയാണ്. അപ്പോൾ ഈ ബലിയർപ്പണത്തിലൂടെ എന്തും നേടാം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തിന്മ പ്രവൃത്തികളല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും നമുക്ക് ബലിയർപ്പണത്തിലൂടെ നേടാം. ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ബലിയർപ്പിക്കുമ്പോൾ നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ബലിയർപ്പണത്തിലൂടെ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് നിരൂപിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പലരും പറയാറുണ്ട്, ബലിയർപ്പണത്തിൽ 2 ഭാഗമുണ്ട്. അതായത് ഒന്ന് നിയോഗങ്ങൾ സമർപ്പിക്കുക, അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസ കൊടുത്ത് തന്നെ ബലിയർപ്പിക്കണമെന്നില്ല. പൈസ കൊടുക്കാതെ തന്നെ ഓരോരോ ബലിയർപ്പണത്തിലും നിയോഗങ്ങൾ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് കർത്താവ് ആ ബലിയർപ്പണത്തിലൂടെ അതിന് ഉത്തരം നൽകുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അതിൽ വിശ്വസിക്കണം. അതങ്ങനെ തന്നെയാണ്. ഏതൊരു വിഷയമായാലും ബലിയർപ്പണത്തിൽ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് സ്വീകരിക്കുന്നത് മാത്രമല്ല, അതിനെ ആശീർവദിച്ച് അശുദ്ധിയെല്ലാം എടുത്തു മാറ്റി, അതിലിരിക്കുന്ന ബന്ധനങ്ങൾ, തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അത് വീണ്ടും നമുക്ക് തരികയാണ്. അതുകൊണ്ട് സമർപ്പിക്കണം. ബലിയർപ്പണത്തിൽ സമർപ്പിക്കാൻ പഠിക്കണം. ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ്. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടാകും. അങ്ങനെ ബലിയർപ്പണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നേടിയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിക്കും. എന്നെപ്പോലെ തന്നെ ഇവിടെ നിന്ന് പറയാനും സാധിക്കും. ഈ ബലിയർപ്പിക്കുമ്പോൾ കർത്താവ് എന്നോട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് ഒരു ഭാരം കർത്താവ് ഏൽപ്പിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ന സ്ഥലത്ത് ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ സഭ ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു പ്രശ്നം നേരിടുകയാണ്, വൈദികർ ഇന്ന പ്രശ്നം നേരിടുകയാണ്. ആര് പ്രാർത്ഥിക്കും? ഇത് കുർബാന പൈസ കൊടുത്ത് അർപ്പിക്കുന്നത് മാത്രമല്ല, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പോൾ കർത്താവ് എന്നോട് പല പ്രാവശ്യം പല കാര്യങ്ങളിലും ഭാരം ഏൽപ്പിക്കും. നീ സമയമെടുക്കണം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇതിനെ സമർപ്പിക്കണം എന്ന് ഈശോ എന്നോട് പറയാറുണ്ട്. ഞാൻ അതനുസരിച്ച് ഒത്തിരിയേറെ കുർബാനകളിൽ അങ്ങനെ സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടിയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കൊറോണ കാലഘട്ടത്ത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഈ 3 മാസം കൊണ്ട് ഇന്ത്യയിൽ മാത്രം 600ഓളം വൈദികരും സിസ്റ്റേഴ്സും ബ്രദേഴ്സും മരിച്ചിട്ടുണ്ടായി. തീർച്ചയായിട്ടും ആൾക്കാർ ഒത്തിരിയേറെ പേര് മരിച്ച് നമ്മൾ അവർ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്നോട് പേഴ്സണലായിട്ട് ഈശോ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ മരിച്ചുപോയ വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ബ്രദേഴ്സിന് വേണ്ടി നീ ബലിയർപ്പിക്കണം എന്ന്. ആരും പൈസ തന്നിട്ടല്ല ഞാൻ അർപ്പിച്ചത്. 45 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഈ 600 പേരുടെ പേരും ഞാൻ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് വായിക്കാൻ തന്നെ എനിക്ക് 20-25 മിനിറ്റ് എടുക്കും. എല്ലാ ദിവസവും ഞാൻ വിശ്വസ്തയോടെ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് 45 ദിവസം ഞാൻ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതാണ് ചില കാര്യങ്ങൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരുപാട് വ്യക്തികൾ വർഷങ്ങളായിട്ട് വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ ലഭിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി തടസ്സം. ഞാൻ ആരും പറഞ്ഞിട്ടല്ല, ചിലരുടെ പേരുകളെല്ലാം ഞാൻ എഴുതി. എൻ്റെ കയ്യിൽ എപ്പോഴും ഇത്രയും വലിയൊരു കട്ട് ഇങ്ങനെ ഉണ്ടാകും, നിയോഗങ്ങൾ. അതെപ്പോഴും ഞാനിവിടെ കൊണ്ട് നടക്കാറുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം.
അപ്പോൾ എല്ലാം ചോദിക്കാറുണ്ട് ഇത് എന്താണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്ന ആൾക്കാർ ഇതുപോലെ ഒത്തിരി തടസ്സങ്ങളായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്ത് ഓരോരോ ബലിയർപ്പണത്തിൽ പ്രത്യേകിച്ച് ഞാനത് സമർപ്പിക്കാറുണ്ട്. മണിക്കൂറിലിരുന്ന് ഞാൻ സമർപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ സമയം. ബലിയർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സമർപ്പിക്കാൻ സമയമെടുക്കും. അങ്ങനെ സമർപ്പിച്ച് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ബ്രീസിനായിട്ടുണ്ടെന്ന് ഇലക്ഷന് വേണ്ടി ഞാൻ ഒത്തിരി തീക്ഷ്ണതയോടെ അത്രമാത്രം ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ റിസൾട്ടും കർത്താവ് കാണാൻ ഇടവരുത്തി. അങ്ങനെ ബലിയിലൂടെ, കർത്താവിൻ്റെ ഈ ബലിയർപ്പണത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും എന്ന കാര്യം നമുക്ക് വിശ്വസിക്കണം, അത് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇടവകയിൽ കഴിഞ്ഞ വർഷം എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ പിതാവ് ട്രാൻസ്ഫർ ഉണ്ടാകും, റെഡിയാകണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, 2ാമത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദമ്പതികൾക്ക് മക്കളില്ല. കുറേ വിഷമിച്ചിരിക്കുന്ന ഇവർക്ക് വേണ്ടി ഞാൻ 2 വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് പേർ, ആയിരക്കണക്കിൽ ആൾക്കാർ ബലിയർപ്പിക്കാൻ വരുന്നതാണ്. തീർത്ഥാടകർക്ക് മിഖേൽ മാലായുടെ നൊവേനയും ദിവ്യബലിയും. ആ ദിവ്യബലി കഴിഞ്ഞ ഉടനെ ആശീർവദിക്കുന്ന സമയത്ത് ഈ കപ്പിളിനെ കണ്ടപ്പോൾ ഈശോ എന്നോട് പറയുന്നു, നിന്റെ കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുക്കാതെ ഈ ഇടവയിലെന്ന് ഞാൻ പോകത്തില്ല എന്ന് ഈശോ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞു. ഇവർ എനിക്ക് 5 പൈസ തന്നിട്ടില്ല ഇന്ന് വരെ. അവർക്ക് വേണ്ടി ഇത്രയും ഞാൻ ബലിയർപ്പണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പറഞ്ഞ ആ മാസം തന്നെ ആ കുട്ടി ഗർഭിണിയായി. അവൾക്ക് ട്വിൻസ് കുട്ടികളാണ്. ഈ വരുന്ന ശനിയാഴ്ച ഞാനിവിടെ ജ്ഞാനസ്നാനപ്പെടുത്താൻ പോവുകയാണ് 2 കുഞ്ഞുങ്ങളെ. ഈ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താൻ വേണ്ടി എൻ്റെ അതരങ്ങളിലൂടെ വന്ന വാക്കുകളെ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് ആ ട്രാൻസ്ഫർ പോലും മാറ്റിവെച്ച് എന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ 1 വർഷം വീട് നീട്ടിക്കൊടുത്തത് ആൾക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല. കർത്താവ് എന്നിലൂടെ, ഈ അഭിഷക്തനിലൂടെ ഈ വാക്കുകളുടെ വചനം പറയുന്നത് പോലെ തന്നെ പുരോഹിതൻ്റെ വാക്കുകളെ ഉറപ്പിക്കുന്ന ദൈവം ആ വാക്കുകളെ ഉറപ്പിച്ച് ഇത് ഒരു സാക്ഷ്യമായിട്ട് ആക്കാൻ വേണ്ടി മാത്രം എന്നെ 1 വർഷം കൂടെ നീട്ടിയതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തും നേടാം, സമർപ്പിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ബലിയർപ്പണത്തിലൂടെ എന്തും നേടാം എന്ന് നാം ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ എക്സോർസിസം ചെയ്യുന്ന ഒരു വൈദികൻ കൂടെയാണ്. പിശാചുകളോട് യുദ്ധം ചെയ്യുമ്പോൾ, അത് ബഹിഷ്കരിക്കുമ്പോൾ, ബലിയർപ്പണത്തിന് ശേഷം അത് ചെയ്യുമ്പോൾ എത്രമാത്രം ശക്തമായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വ്യക്തിപരമായ രീതിയിലും വീടുകളിലായാലും കുടുംബത്തിലായാലും നമ്മുടെ തൊഴിലായാലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ബലിയർപ്പണം നടത്തിയതിനു ശേഷം അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നതിന് തെളിവാണ് ഇതാ ഇവിടെ നാം കാണുന്ന ഈ സക്രാരിയിലെ ഈശോ. പുതുക്കുറിച്ചി ദേവാലയത്തിലെ 475 വർഷം പൂർത്തിയാക്കിയ ഇടവകയിലെ ഈ ദേവാലയത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി ഉറങ്ങാതെ ഉണർന്ന് കാത്തിരിക്കുന്ന ഈശോ. ഞാൻ എവിടെ പോയാലും വിശുദ്ധ കുർബാന ഭക്തി, വിശുദ്ധ കുർബാനയുടെ ആരാധന ഇതിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ഒരച്ഛനാണ്. വിശുദ്ധ മിഖേൽ മാലാഖയുടെ ഈ ഇടവക, പുതുക്കുറിച്ചി ഇടവക 475 വർഷം ആഘോഷിച്ചപ്പോൾ കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദിയായിട്ട് ഞാനിവിടെ സമർപ്പിച്ചത് 475 മണിക്കൂർ ആരാധനയായിരുന്നു.
അത് ഈശോ പ്രേരിപ്പിച്ചതാണ്. 475 മണിക്കൂർ ഈ ഇടവക ജനം മുഴുവനും ഒരുമിച്ച് ദിവസങ്ങളോളം ഞങ്ങൾ ആരാധിക്കുകയായിരുന്നു യേശുവിനെ. ആ ദിവസങ്ങളിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചത് ഇതായിരുന്നു. 100-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഇവിടെ വന്ന് ഞങ്ങൾ അറേഞ്ച് ചെയ്തതല്ല. ആ ദിവസങ്ങളിൽ കർത്താവ് തന്നെ അവരെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ആ വിശുദ്ധർ എല്ലാവരും ചേർന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന്, അല്ലെങ്കിൽ അവർ നടത്തിയ ആരാധന നടത്തി എന്നതാണ് യഥാർത്ഥ സത്യം. അത്രമാത്രം കൃപകളാണ് ഈ ഇടവകയ്ക്ക് മാത്രമല്ല ഈ പ്രദേശത്തുള്ള ഒരുപാട് മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ലഭിച്ചത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ബലിയർപ്പണം കൊണ്ടും ഈ ദിവ്യകാരുണ്യ ആരാധന കൊണ്ടും ഞാൻ നേടിയിരിക്കുന്ന ഒത്തിരി കൃപകൾ നിങ്ങൾക്കറിയാം. ഞാൻ തമിഴ്നാട്ടിലിരുന്നാണ്, എന്നെ ആരും മലയാളം പഠിപ്പിച്ചിട്ടില്ല. ഈ ബലിയർപ്പണത്തിലൂടെ കർത്താവ് എനിക്ക് ഒത്തിരിയേറെ കൃപകൾ നൽകി. പ്രത്യേകിച്ച് മലയാളം ഇതുപോലെ സംസാരിക്കുവാനും ധ്യാനം നടത്തുവാനും ഒരു പേടിയുമില്ലാതെ തന്നെ ധൈര്യമായിട്ട് വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ, അങ്ങനെ ഒത്തിരിയേറെ ദാനങ്ങൾ കർത്താവ് എനിക്ക് നൽകിയതും ഈ ബലിയർപ്പണത്തിൽ മാത്രമാണ്. അതിലൂടെ നേടിയിട്ടുള്ളതാണ്. ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്നിലൂടെ ഒത്തിരിയേറെ വ്യക്തികൾക്ക് കൃപ ലഭിച്ചിട്ടുണ്ട് ഈ ബലിയർപ്പണം വഴി. അതുപോർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധനായ വൈദികനായി തുടർച്ചയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വിശുദ്ധ മിഖേൽ മാലായുടെ ദേവാലയത്തിൽ ഇവിടെ ഈ സക്രാരിയുടെ മുൻപിലിരുന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ജ്ഞാനം 18, 15, 16 നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ ഭവനങ്ങളിലെ, നിങ്ങളുടെ തൊഴിലിലെ, കുടുംബങ്ങളിലെ മാംസം ധരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖേൽ മാലായുടെ സാന്നിധ്യം, സഹായം നിങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈശോ വിശുദ്ധ മിഖേൽ മാലാഖ വഴി ആത്മാക്കളെ നേടുന്ന ദൗത്യം നൽകിയിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം എനിക്ക് നൽകിയ ഷാലോം TV-യിലെ എല്ലാ അംഗങ്ങൾക്കും, ഇതിൽ പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം എടുത്ത വ്യക്തികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ